തേനിലും മധുരം വേദമല്ലാതിന്നേതുണ്ടു ചൊൽത്തോഴ. തേനിലും മധുരം വേദമല്ലാതിന്നേതുണ്ടു ചൊൽത്തോഴ. നീ സശ്രദ്ധമിതിലേ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഉപവാസത്താലും പ്രാർത്ഥനയാലും നമ്മുടെ ജീവിതം എന്നൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലിരിക്കുന്നത്. അതൊന്നും അല്ല പ്രിയമുള്ളവരെ. നിങ്ങൾ ഉപവസിക്കാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തോ, പക്ഷേ സ്വഭാവം വ്യത്യാസപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഉപവാസവും പ്രാർത്ഥനയും ഒന്നും കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ യേശു കർത്താവ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ നമ്മൾ തീരുമാനമെടുക്കുക. തെരഞ്ഞെടുക്കാനുള്ള അവകാശം ദൈവത്തിന് വിട്ടുകൊടുക്കുക. തെരഞ്ഞെടുക്കാനുള്ള അവകാശം ദൈവത്തിന് വിട്ടുകൊടുത്താൽ നമ്മൾ യേശുക്രിസ്തുവിന്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുകയാണ്. അബ്രഹാം തെരഞ്ഞെടുക്കാനുള്ള അവകാശം ആർക്ക് വിട്ടുകൊടുത്തു? ലോത്തിന് വിട്ടുകൊടുത്തു. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമ്മൾ 13-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമ്മൾ 14-ാമത്തെ വാക്യത്തില് ലോത്ത് അബ്രാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത്, നീ തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. കർത്താവ് പറഞ്ഞെന്നറിയാമോ? ഞാനിങ്ങനെ നോക്കുകയായിരുന്നു, ഒരു തീരുമാനമെടുക്കേണ്ട വരുന്ന സമയത്ത് നീ തീരുമാനമെടുക്കുമോ അതോ ചൂസ് ചെയ്യാനുള്ള അവകാശം വേറൊരാൾക്ക് വിട്ടുകൊടുക്കുമോ എന്ന്. നീ നിനക്ക് വേണ്ടി തീരുമാനം എടുക്കാത്തത് കൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ചൂസ് ചെയ്യാൻ പോവാ. നോക്ക്, അബ്രഹാം അവന് വേണ്ടി തീരുമാനമെടുത്തില്ല. അതുകൊണ്ട് ദൈവം പറയാണ്, നീ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായിട്ട് തരുമെന്ന്. ലോത്തിന് കിട്ടിയത് 15 കൊല്ലം പോലും നിന്നില്ല. നമുക്കറിയാം, അതാണ് ഒടുവിൽ സോദോം ഗൊമോറയായി രൂപാന്തരപ്പെടുന്നത്. പക്ഷേ അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്ത സ്ഥലം ഇന്നും ലോകത്തിലെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ സ്ഥലമായിട്ട് നിലനിൽക്കുന്നെങ്കിൽ, അവന്റെ സന്തതികൾ ഇന്നും അത് അനുഭവിക്കുന്നുവെങ്കിൽ, വരാൻ പോകുന്ന പുതിയ യെരൂശലേമിൽ വീണ്ടും അവന്റെ വിശ്വാസ സന്തതികളായ നമ്മൾ പാർക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ, തെരഞ്ഞെടുക്കാൻ നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് നടത്തും. അതിന് സംശയമില്ല. ഹല്ലേലൂയ. 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുകയാണ്, അവിടെ ലോത്തിനെ പിടിച്ചുകൊണ്ട് പോകുന്ന 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരെ തോൽപ്പിച്ച് ലോത്തിനെ പിടിച്ചോണ്ട് പോയി. ലോത്തിനെ പിടിച്ചോണ്ട് പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക്, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി, അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ അവിടെ സംഭവിക്കുന്നത് അറിയാമോ? ഉടനെ തന്നെ അബ്രാം അവന്റെ ഭവനത്തിൽ ജനിച്ച 318 അഭ്യാസികളെയും കൊണ്ട് ആ 4 രാജാക്കന്മാരെ തോൽപ്പിച്ച് ലോത്തിനെ തിരിച്ചു കൊണ്ടുവരികയാണ്. അവൻ പറഞ്ഞില്ല, അന്നേ ഞാൻ പറഞ്ഞതാ മോനെ, നിന്റെ ഈ ആത്മീയം വിട്ടുള്ള കളി ശരിയാകത്തില്ലെന്ന്. കണ്ടില്ലയോ, വെറുതെ പോയിരിക്കുക അവൻ, അല്ലെങ്കിലും എന്നൊന്നും പറയുന്നില്ല. തന്നെ വിട്ടുപിരിഞ്ഞ, തന്നെ മുതലെടുത്ത ലോത്തിനെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ പണയപ്പെടുത്തി. കൊച്ചു കാര്യമല്ല. 5 രാജാക്കന്മാരെ തോൽപ്പിച്ച 4 രാജാക്കന്മാരെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് യുദ്ധം ചെയ്യാൻ അബ്രഹാം പോകുന്നത്. തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അബ്രഹാം ഒരു സാധാരണ മനുഷ്യനാണ്, ഒരു ട്രൈബൽ കിങ് എന്ന് കൂട്ടിക്കും. എന്നാലും അവന്റെ ആകെപ്പാടെ 318 പേര്. മറ്റവരെന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും അല്ല. 5 രാജാക്കന്മാരെ തോൽപ്പിച്ച 4 രാജാക്കന്മാരുടെ സൈന്യത്തോട് പോരാടാനാണ് അബ്രഹാം പോകുന്നതെന്ന് ആലോചിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആർക്ക് വേണ്ടിയാണ്? ഒരു വ്യക്തിക്ക് വേണ്ടി. എങ്ങനെയുള്ള വ്യക്തി? അവനെ മുതലെടുത്ത വ്യക്തി. നമ്മളെ മുതലെടുക്കുന്ന വ്യക്തിയും അപകടത്തിലാകുമ്പോൾ ജീവൻ പണയപ്പെടുത്തി അവനെ രക്ഷിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അതാണ് ക്രിസ്ത്യൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. അവിടുന്ന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ മൽക്കിസദേക്ക് അവനെ എതിരേറ്റ് കഴിഞ്ഞപ്പോൾ അവനോട് മൽക്കിസദേക്ക് പറഞ്ഞു, ആകാശത്തിനും ഭൂമിക്കും നാഥനായ മേക്കർ ഓഫ് ഹെവൻസ് ആൻഡ് എർത്ത് യഹോവയാൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന യഹോവയായ ദൈവം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ശരിക്കും പറഞ്ഞാൽ മൽക്കിസദേക്ക് പറഞ്ഞത് ഇതാണ്, മോനെ, നീ അങ്ങോട്ട് ചെല്ലുമ്പോൾ നീ ഒരു വലിയ പരീക്ഷയെ നേരിടാൻ പോകുകയാണ്. കാര്യം 5 രാജാക്കന്മാരെ തോൽപ്പിച്ച 4 രാജാക്കന്മാരുടെ സമ്പത്ത്, അതായത് 9 രാജാക്കന്മാരുടെ സമ്പത്ത് ഇപ്പൊ ആരുടെ ഇരിപ്പുണ്ട്? അബ്രഹാമിന്റെ ഇരിപ്പുണ്ട്. ഇതെല്ലാം നീ എടുക്കാനുള്ള ഒരു ടെൻഡൻസി നിനക്കുണ്ടാകും. കാര്യം ഇതിപ്പോ നിന്റെ വകയാണ്, നീ യുദ്ധം ചെയ്ത് നേടിയെടുത്തതാ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, അവിടെ ചെല്ലുമ്പോൾ നീ ഒരു കാര്യം ഓർത്തോണം. ഈ 9 പീറ രാജാക്കന്മാരല്ലടാ നിന്നെ സമ്പന്നനാക്കുന്നത്. ആരാന്നറിയാമോ? മേക്കർ ഓഫ് ഹെവൻസ് ആൻഡ് എർത്ത്, ആകാശത്തെയും ഭൂമിയെയും
ഉണ്ടാക്കിയ യഹോവ അതുകൊണ്ട് വേണ്ട കളഞ്ഞിരുന്നതെല്ലാം. ഇത്രയും വലിയ സമ്പത്ത് മുന്നേ വന്ന് വീണപ്പോൾ സോദോം രാജാവിന്റെ മുമ്പിൽ നിന്ന് അബ്രഹാം പറയാണ്, ഞാൻ നിന്റെ കയ്യിൽ നിന്ന് ഒരു ചെരുപ്പിന്റെ വാറ് പോലും വാങ്ങിക്കയില്ലെന്ന് സ്വർഗത്തിനും ഭൂമിയും നാഥനായ യഹോവയുടെ മുമ്പാകെ ഞാൻ സത്യം ചെയ്യുന്നു. മൽക്കിസദേക്ക് ഇത് പറഞ്ഞെന്ന് അവിടെ എഴുതിയിട്ടില്ല. പക്ഷെ മൽക്കിസദേക്ക് പറഞ്ഞ അതേ വാചകമാണ് അവൻ സോദോം രാജാവിനോട് പറയുന്നത്. മനസ്സിലായോ? അതിന്റെ അർത്ഥം അത് പറയാനാ മൽക്കിസദേക്കിനെ ദൈവം അബ്രഹാമിന്റെ അടുത്ത് പറഞ്ഞു വിട്ടത്. ഏത്? ഈ ലോകത്തിന്റെ സമ്പത്തിന്റെ പിന്നാലെ നീ പോകരുത്, വിട്ടുകള. പണം വിട്ടുകളയാനുള്ള മനസ്സ്, സമ്പത്ത് വിട്ടുകളയാനുള്ള മനസ്സ്, അത് ക്രിസ്തുവിന്റെ സ്വഭാവമാണ്. നമ്മുടെ കയ്യിൽ കോടികൾ വന്നു വീണാലും ലോകം നമ്മളെ സമ്പന്നനാക്കിയെന്ന് പറയാതിരിക്കാൻ ഒരു ചെരുപ്പിന്റെ വാറ് പോലും എടുക്കയില്ലെന്ന് തീരുമാനിക്കാൻ കഴിയുന്നതാണ് ക്രിസ്ത്യൻ ക്യാരക്ടർ. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? വലിയ സമ്പന്നത നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് എനിക്ക് ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട്. കോടികൾ ഓഫർ ചെയ്തിട്ടുള്ള ഒത്തിരി പേരെൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. കോടികൾ, ലക്ഷങ്ങളൊന്നുമല്ല, പല കോടികൾ. പക്ഷേ ദൈവം അതിനെ ഡിനൈ ചെയ്യാനുള്ള ദൈവകൃപയും എനിക്ക് തന്നിട്ടുണ്ട്. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം എന്റെ സോഴ്സ് ദൈവം മാത്രമായിരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനാകരുത് എന്റെ സോഴ്സ്. ഞാൻ വേദപുസ്തകത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള വാക്യങ്ങളിൽ ഒന്ന്, എന്റെ ഉറവുകളൊക്കെയും നിന്നിലല്ലയോ. എന്റെ ഉറവ് യേശു മാത്രമായിരിക്കണം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യഹോവയാണ് എന്റെ പരിപാലകൻ. അല്ലാതെ ഞാൻ ഭൂമിയിലെ സമ്പത്തിന്റെ പിന്നാലെ ഓടിപ്പോകയില്ല. അതാണ് ക്യാരക്ടർ. ഇന്ന് ഈ ക്യാരക്ടർ നമ്മൾ പ്രകടിപ്പിക്കുന്നുണ്ടോ? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. എനിക്ക് സംതൃപ്തിയാണ്. സംതൃപ്തി വളരെ അത്യാവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ, ഞാൻ ഈ വാക്യങ്ങൾ മാത്രം പറയുന്നത്, നിങ്ങൾ വീട്ടിലൊക്കെ പോയി ഇത് വായിച്ചു നോക്കിയാൽ അറിയാവുന്നൊരു കാര്യമുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ആളുകൾ അവനെ പിടിച്ച് രാജാവാക്കാൻ പരിശ്രമിച്ചു. യേശു എന്ത് ചെയ്തു? അവർ ഒഴിഞ്ഞു മാറി. ഇല്ലേ? ഇന്ന് രാജാവാക്കാൻ പരിശ്രമിക്കുമ്പോഴത്തേക്ക്, രാജാവാക്കാനൊന്നും പരിശ്രമിക്കണ്ട, മന്ത്രിയാക്കാനും പരിശ്രമിക്കണ്ട, ഒരു ചെറിയ ഒരു ക്രൗണിന് വേണ്ടി, ഒരു ചെറിയ പദവിക്ക് വേണ്ടി എന്തും വിട്ടുകളയാൻ നമ്മൾ തയ്യാറല്ലേ? ഒരു ചെറിയ പദവിക്ക് വേണ്ടി സഭയിലെ കമ്മിറ്റി മെമ്പർ ആകാൻ വേണ്ടി അടിയുണ്ടാക്കുന്നവരൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പുച്ഛം തോന്നാറുണ്ട്. പുച്ഛം. ആരുടെ അനുയായിയാണ് നിങ്ങൾ? ജനങ്ങൾ രാജാവാക്കാൻ പരിശ്രമിച്ചപ്പോൾ അത് ഡിനൈ ചെയ്ത യേശു ആണോ നിങ്ങളുടെ നേതാവ്? അവന്റെ ക്യാരക്ടറാണോ നിങ്ങൾ ഈ വഴക്കുണ്ടാക്കുമ്പോൾ കാണുന്നത്? എവിടെയാണ് ഞങ്ങൾക്ക് അധികാരമെന്ന് ചോദിച്ചു വരുന്ന ആളുകൾ? അതെനിക്ക് ഭയങ്കര സങ്കടമാണ്. പല ആളുകളും ഈ അധികാരമോഹത്തിലേക്ക് വീണു പോകുന്നത് കാണുമ്പോഴുള്ള ഭയങ്കര സങ്കടം എനിക്കുണ്ട്. കാര്യം അവരിൽ പലരും എൻ്റെ പഴയ സുഹൃത്തുക്കളാണ്. മുമ്പേ പറഞ്ഞു പഴയ സുഹൃത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സൗഹൃദം വിട്ടുപോയെന്നല്ല, പണ്ട് തൊട്ട് എനിക്ക് അറിയാവുന്ന ആളുകളാണ്. അതാണ് സുഹൃത്തുക്കൾ. ഇപ്പോഴും അവരുടെ അവരുമായിട്ട് സൗഹൃദം ഇല്ലെങ്കിൽ അതിനകത്ത് എനിക്ക് സങ്കടം തോന്നേണ്ട കാര്യമില്ല. അവരിപ്പോഴും എൻ്റെ സ്നേഹിതരാണ്. അവർ നഷ്ടപ്പെട്ടു പോകുന്നതിനകത്ത് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഈ സഭയിലെ രാഷ്ട്രീയം കളിക്കുന്നതായ പല ആളുകളും പണ്ട് വളരെ സ്പിരിച്വലായിട്ട് വന്ന ആളുകൾ മടങ്ങിപ്പോകുന്നത് കാണുമ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു രാത്രിയിൽ ഞാൻ ഒറീസയിൽ പ്രാർത്ഥനയിലായിരുന്ന സമയത്ത് ഞാൻ വാസ് പ്രേയിങ്. ദൈവം എനിക്ക് പെട്ടെന്ന് ഇവിടെയുള്ള സഭാ നേതാക്കന്മാരെ കുറിച്ച് ഒരു വലിയ ബേർഡൻ തന്നു. അവരിൽ മിക്കവരും ജീവൻ കൊടുത്ത് കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിയവരാണ്, അതിനുവേണ്ടി ഒത്തിരി പരിശ്രമിച്ചവരാണ്. എന്നിട്ട് ഇപ്പോൾ ഈ പദവികളുടെ പിന്നാലെ പോകുന്നത് കണ്ടിട്ട് ഒരു രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഐ വാസ് ലിറ്ററലി ക്രൈയിങ് ഫോർ ദം. നമ്മൾ കർത്താവിന്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്നുവെങ്കിൽ ഇതിന്റെ പിന്നാലെ ആരെങ്കിലും പോകുമോ? എനിക്കറിയാൻ വയ്യ. ഞാൻ ചോദിക്കുകയാണ്. രാജാവാക്കാൻ പരിശ്രമിച്ചപ്പോൾ ഒഴിഞ്ഞു മാറിയവനെ എൻ്റെ യേശു. ആ സ്വഭാവം അതിൽ ഉണ്ടാകേണ്ടത്. അതുണ്ടാകുന്നില്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യ സ്വഭാവത്തെക്കുറിച്ച് എന്താ പഠിക്കേണ്ടത്? എനിക്കുള്ള കാര്യത്തിൽ ഞാൻ കണ്ടന്റാണ്, ഞാൻ സംതൃപ്തനാണ്. സംതൃപ്തനാകാൻ പഠിക്കണം. എനിക്ക് പണം വേണ്ട, എനിക്ക് പദവി വേണ്ട, എനിക്ക് രാജാവാകണ്ട. എനിക്ക് ആവശ്യത്തിനുള്ളത് കർത്താവ് തന്നെ. ഉണ്മാനോ ഉടുപ്പാനോ ഉണ്ട് എങ്കിൽ മതി എന്ന് വെപ്പിനെന്ന് കർത്താവിന്റെ വചനം പറഞ്ഞിരിക്കുന്നെങ്കിൽ ഞാൻ സംതൃപ്തിയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസവും പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നോടൊരാൾ പറഞ്ഞു, സാജു, ഞങ്ങളൊക്കെ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ്, ഞങ്ങളൊക്കെ സമൃദ്ധിയുടെ പ്രസംഗകർ, നിങ്ങളൊക്കെ പോവർട്ടി പ്രീച്ചേഴ്സ്, നിങ്ങളൊക്കെ ദാരിദ്ര്യത്തിന്റെ പ്രസംഗകരും, ഞങ്ങളൊക്കെ സമൃദ്ധിയുടെ പ്രസംഗകരും. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദര, എൻ്റെ പൊന്നു പാസ്റ്ററെ, ഞാൻ പോവർട്ടിയുടെ പ്രീച്ചറൊന്നുമല്ല, ഞാൻ പട്ടിണിയൊന്നുമല്ല പ്രസംഗിക്കുന്നത്. ഞാൻ പ്രസംഗിക്കുന്നത് സംതൃപ്തിയാണ്.
ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഞാൻ സമൃദ്ധിയല്ല പ്രസംഗിക്കുന്നത്, ഞാൻ പ്രസംഗിക്കുന്നത് എന്താണ്? സംതൃപ്തിയാണ്. അതാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. ഇന്ന് സമൃദ്ധി പ്രസംഗകരല്ല ആവശ്യമായിരിക്കുന്നത്, സംതൃപ്തി പ്രസംഗിക്കുന്നവനാണ് ആവശ്യമായിരിക്കുന്നത്. പിന്നെ ഞാൻ സമൃദ്ധി പ്രസംഗങ്ങൾക്കെതിരായതിന്റെ ഒരു കാരണം ഞാൻ പറയാം. സമൃദ്ധി കൊണ്ട് ഒരാളും സംതൃപ്തനായി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. സമൃദ്ധി കൊണ്ട് സംതൃപ്തനായ ഒരാളെയും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എല്ലാവരും സമൃദ്ധമാകും തോറും പിന്നെയും എന്താ കൂടുതൽ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ബിൽഗേറ്റ്സിന്റെ കാര്യം പറഞ്ഞ പോലെ പണ്ടൊരു മനുഷ്യനുണ്ടായിരുന്നു, റോക്ക്ഫെല്ലർ. അന്ന് ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി റോക്ക്ഫെല്ലർ ആയിരുന്നു. എന്റെ ചെറിയ പ്രായത്തിലാണ്. റോക്ക്ഫെല്ലറിനെ ഒരു ഇന്റർവ്യൂവിൽ ഒരു ജേർണലിസ്റ്റുകളുടെ ഒരു പ്രശ്നമുണ്ടല്ലോ, അവന്മാരെ കുത്തി ചോദിച്ച് ഒരു പരുവാക്കി കളയുമല്ലോ. നമ്മുടെ തൊഴിലിന്റെ പ്രത്യേകതയാണ്. റോക്ക്ഫെല്ലറിനോട് ഈ ജേർണലിസ്റ്റ് വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾക്കറിയാം നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ, എന്റെ ഒരു സിമ്പിൾ ചോദ്യമുണ്ട്, നിങ്ങൾ ഇതിനകത്ത് സംതൃപ്തനാണോ? അങ്ങനെ റോക്ക്ഫെല്ലർ പറഞ്ഞു, അല്ല. എന്ത് കിട്ടിയാൽ നിങ്ങൾ സംതൃപ്തനാകും? ലോകത്തിലെ ഏറ്റവും ധനികനാണ്. വാട്ട് വിൽ മേക്ക് യു കണ്ടന്റ്? നിങ്ങൾക്ക് സംതൃപ്തി തരുന്നത് എന്തായിരിക്കും? റോക്ക്ഫെല്ലർ പറഞ്ഞ വാക്കറിയാമോ? ലിറ്റിൽ മോർ മണി, ദാറ്റ്സ് ഓൾ. ഇച്ചിരി പൈസ ഇവിടെ. ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ പറഞ്ഞത്, ഞാൻ സംതൃപ്തനാണ്, എന്തുകൂടെ വേണം? ഇച്ചിരി പൈസ വേണം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സമൃദ്ധി ആരെയെങ്കിലും സംതൃപ്തനാക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. സമൃദ്ധി ഒരിക്കലും നിങ്ങളെ സംതൃപ്തൻ ആക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, എന്റെ പൊന്നു സഹോദരന്മാരെ, സമൃദ്ധി പ്രസംഗിച്ച് നിങ്ങൾ ഈ സഭയെ നശിപ്പിക്കരുത്. നിങ്ങൾ പ്രസംഗിക്കേണ്ടത് സംതൃപ്തിയാണ്. സംതൃപ്തി. ഉണ്മാനും ഉടുക്കാനും ഉണ്ട് എങ്കിൽ മതി എന്ന് വെപ്പിൻ. പൗലോസ് പറയുന്നു, എനിക്ക് സമൃദ്ധിയിലിരിക്കാൻ അറിയാം, താഴ്ചയിലിരിക്കാനും ഞാൻ ശീലിച്ചിട്ടുണ്ട്, രണ്ടിനും ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം ഞാൻ ഇതിലൊക്കെയും മതിയാകുന്നു. അവിടെ എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം ഞാൻ ഇതിലൊക്കെയും മതിയാകുന്നു പറയുന്നത് എന്തിനാണെന്നറിയാമോ? പട്ടിണി കിടക്കാനും എന്നെ ശക്തീകരിക്കുന്ന. അല്ലാതെ നമ്മൾ പാട്ട് പാടുമ്പോൾ അതൊന്നും അല്ല നമ്മുടെ മനസ്സിൽ വരുന്നത്. അയലോക്കക്കാരൻ്റെ പിടിച്ചു പറിക്കാൻ എന്നെ ശക്തനാക്കുന്നതാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ പോൾ പറയുന്നത് എന്താണെന്നറിയാമോ? പട്ടിണി കിടക്കാനും എനിക്ക് ശക്തി കൊണ്ടാ, എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം പട്ടിണി കിടക്കാനും എനിക്ക് ശക്തിയുണ്ട്. തേനിലും മധുരം വേദമല്ലാതിന്നേതുണ്ടു ചൊൽത്തോഴ. തേനിലും മധുരം വേദമല്ലാതിന്നേതുണ്ടു ചൊൽത്തോഴ. നീ സശ്രദ്ധമിതിലേ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴ. തേനിലും മധുരം വേദമല്ലാതിന്നേതുണ്ടു ചൊൽത്തോഴ. നീ സശ്രദ്ധമിതിലേ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴ. മഞ്ഞുപോലോക മഹിമകൾ മുഴുവൻ മാഞ്ഞിടുമെൻ തോഴ. ദിവ്യരഞ്ജിത വചനം വഞ്ചിതമാക ഫലം പൊഴിക്കും തോഴ. മഞ്ഞുപോലോക മഹിമകൾ മുഴുവൻ മാഞ്ഞിടുമെൻ തോഴ. ദിവ്യരഞ്ജിത വചനം ഭഞ്ജിതമാക ഫലം പൊഴിക്കും തോഴ.
തേൻ കൂടതിലെ നൽ തെളിതേനിതിനു സമമോ തോഴ ദിവ്യ തിരുവചനം നിൻ ദുരിതമകറ്റാൻ വഴി പറയും തോഴ തേനോടു തേൻ കൂടതിലെ നൽ തെളിതേനിതിനു സമമോ തോഴ ദിവ്യ തിരുവചനം നിൻ ദുരിതമകറ്റാൻ വഴി പറയും തോഴ പാർത്തലമിതിലെ ഭാഗ്യങ്ങളഖിലം പരിണമിച്ചൊഴിഞ്ഞിടിലും നിത്യ പരമേശ വചനം പാപിക്കു ശരണം പരിചയിച്ചാൽ നൂനം പാർത്തലമിതിലെ ഭാഗ്യങ്ങളഖിലം പരിണമിച്ചൊഴിഞ്ഞിടിലും നിത്യ പരമേശ വചനം പാപിക്കു ശരണം പരിചയിച്ചാൽ നൂനം പാനിസ പനിസ റിസനി മകരിസ പമഗമ പസനിധ നിസ പമകരിസ തേനിലും മധുരം സരിസ പാപ സരിസ പാ മപനിസ പനിസ നീപ സനി പനി പമ സാനി പനി പമകരിസ 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 തേനിലും മധുരം വേദമല്ലാതിന്നേതുണ്ടു ചൊൽത്തോഴ നീ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴ